ജിയാനു ഫോഴ്സിന്റെ നടുവിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്ന സൺ ഗോകു ഗുഹാന്റെയും വെജിറ്റയുടെയും ക്രില്ലിന്റെ മുന്നിൽ വളരെ ശക്തരായി തോന്നിപ്പിച്ച ജിയാനു ഫോഴ്സിനെ നിഷ്പ്രയാസം ചതച്ചരച്ച് ഇഞ്ചപ്പരുവാക്കി കൊല്ലാറാക്കിയിടുന്നതും അത് കണ്ട് വെജിറ്റയും ഗുഹാനും ക്രില്ലിനും വാവിളർന്നു നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ വീണ്ടും തുടരുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി ഫ്രീസ സാഗയുടെ രണ്ടാം എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. റെക്കോണിനെയും ബോട്ടെയും ചതച്ചരച്ച് നിലത്തിട്ടിരിക്കുന്ന ഗോകു ഗീസിനെ നോക്കിക്കൊണ്ട് ഇവന്മാരെ തൂക്കിക്കൊണ്ട് എത്രയും വേഗം നീ ഈ പ്ലാനറ്റിൽ നിന്ന് തിരികെ മടങ്ങാൻ നോക്ക്, അല്ല എങ്കിൽ നിന്റെയൊക്കെ ഹൃദയമിടിപ്പ് എന്റെ കാലിനടിയിൽ തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ഗോകു ഗീസിനെ നോക്കുന്നത് കാണുന്ന വെജിറ്റയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും പെട്ടെന്ന് അവന്മാരെ കൊന്നുകളാന്നും പറഞ്ഞ് വെജിറ്റ അലറുകയും ചെയ്യുന്നു. ഈ ചതഞ്ഞറിഞ്ഞടക്കുന്ന ഇവന്മാരിനി നമ്മളെ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ച് ഗോകു പുഞ്ചിരിക്കുമ്പോഴേക്കും വളരെ ശക്തന്മാരായ ഞങ്ങളെ ഇത്രയും ലോ പവർ സ്റ്റാറ്റസിലുള്ള ഇവൻ എങ്ങനെയാണ് ഇത്ര കൊടൂരവും നിഷ്ഠൂരവുമായി അടിച്ചൊതുക്കിയത്? ഞാൻ വല്ല പകൽക്കിനാവും കാണുന്നതാണോ എന്ന് ചോദിച്ച് അലറിക്കൊണ്ട് ഗീസ് അവിടെ നിന്നും പേടിച്ചു വരച്ചുകൊണ്ട് വളരെ വേഗത്തിൽ പറന്നകലുകയാണ്. ഗീസ് അവിടെ നിന്ന് അവന്റെ തോടന്മാരെ രക്ഷിക്കാതെ പറന്നകന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഗോകു അവിടെ ആശ്ചര്യപ്പെട്ടു നിൽക്കുമ്പോഴേക്കും വായുവേഗത്തിൽ അവിടേക്ക് തെന്നി മറി വരുന്ന വെച്ചിട്ട് ആ ഗോകുവിന്റെ വാക്ക് നിരസിച്ചുകൊണ്ട് മുട്ടുകാലുകൊണ്ട് ബൊട്ടയുടെ ചങ്കിടിച്ചു ചേർത്ത് അവനെ കൊല്ലുകയും ദൂരെയായി കിടന്ന റെക്കോണിനെ മാരകമായൊരു തേജശക്തി ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിത്തെറിപ്പിച്ച് കളയുകയും ചെയ്യുന്നു. അതെല്ലാം കാണുന്ന ഗുഹാനും ക്രില്ലിനും ഗോകു ഒരു നിമിഷത്തേക്ക് വിറങ്ങലിച്ച് നിൽക്കുന്നു. അനങ്ങാൻ പോലും കഴിയാത്ത ഇവന്മാരെ എന്തിനാണ് കൊന്നുവെന്ന് വെജിറ്റയോട് ദേഷ്യത്തിൽ ഗോകു ചോദിക്കുമ്പോൾ നിന്റെ ഈ സഹായാനുഭൂതി കാണുമ്പോൾ എനിക്ക് ഛർദ്ദിക്കാനാണ് വരുന്നതെന്നും പറഞ്ഞ് വെജിറ്റ പല്ല് കടിക്കുകയാണ്. അവന്മാരിൽ ഒരുത്തന്നെ നീ രക്ഷപ്പെടാൻ അനുവദിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ നീ മരണത്തെയാണ് വിളിച്ചു വരുന്നതെന്നും പറഞ്ഞ് വെജിറ്റ ഗോകുനെ നോക്കി പല്ല് കടിക്കുമ്പോൾ ഗുഹാനും ക്രില്ലിനും വ്യാകുലപ്പെട്ട് നിൽക്കുകയാണ്. നീ ഇപ്പോഴും സൂപ്പർ സൈനായി മാറിക്കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാവുന്നതും പറഞ്ഞു വെച്ചിട്ട് പല്ല് കടിക്കുമ്പോൾ സൂപ്പർ സയാൻ അത് എന്താണെന്ന് ചോദിച്ച് ഗോകു വാ പൊളിച്ചു നിൽക്കുകയാണ്. തുടരെ വെജിറ്റ നീ വളരെ ശക്തനായെന്ന് കരുതി അഭിമാനിക്കുകയായിരിക്കും ഗോകു, പക്ഷെ ആ മഹാകാലയനായ ഫ്രീസയെ കൊല്ലുവാൻ മാത്രമുള്ള ശക്തിയൊന്നും നിനക്ക് ഇപ്പോഴും ആയിട്ടില്ല എന്നും പറഞ്ഞ് വെജിറ്റ അലറുകയാണ്. എന്ത് എനിക്ക് ഇപ്പോഴും അവനെ തോപ്പിക്കാൻ കഴിയില്ല എന്ന് ചോദിച്ച് ഗോകു ടെൻഷൻ അടിക്കുമ്പോഴേക്കും നീ അവനോട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷെ നീ സ്വപ്നത്തിൽ പോലും കാണാത്ത അത്രയും വളരെയേറെ ശക്തനാണ് അവൻ. അവനോട് ഫൈറ്റ് ചെയ്യാൻ മാത്രമുള്ള സിദ്ധിയൊന്നും നീ ഇതുവരെ ആർജിച്ചിട്ടില്ല എന്നും പറഞ്ഞ് വെജിറ്റ അലറുമ്പോൾ വളരെയധികം സന്തോഷത്തോടെ ക്രില്യൻ എലിയെ പൂച്ച തട്ടുന്നൂലല്ലേ ഗോകു അവന്മാരെ എടുത്തിട്ട് കുടഞ്ഞത്, ഗോകുവിന് മുന്നിൽ ഫ്രീസയൊക്കെ ഒന്നുമല്ല എന്നും പറഞ്ഞ് സന്തോഷിക്കുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന വെജിറ്റ എത്ര ശക്തനായ പൂച്ചയാണെങ്കിലും സിംഹത്തിന്റെ മുന്നിൽ ഒരു എലിക്കുട്ടി മാത്രമാണതെന്നും പറഞ്ഞ് വളരെയധികം ദേഷ്യപ്പെടുകയും നിങ്ങൾക്ക് സംശയം ഉണ്ടായി പോയി ഫ്രീസയോട് ഫൈറ്റ് ചെയ്ത് നോക്കാൻ പറയുകയും ചെയ്യുന്നു. മാത്രമല്ല ഡ്രാഗൺ ബോൾ കൊണ്ടുപോയി ഫ്രീസ ഇപ്പോഴും ഉറപ്പായും അമരത്വം നേടിയിട്ടുണ്ടാവും, ഇനി അവന്റെ മേളിൽ ഒരു സ്ക്രാച്ച് പോലും ഇടാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് വെജിറ്റ വളരെയധികം സങ്കടപ്പെടുകയാണ്. എന്നാൽ അത് കേൾക്കുന്ന ക്രില്യൻ എനിക്ക് തോന്നുന്നത് ഫ്രീസ ഇപ്പോഴും ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് വരം നേടിയിട്ടില്ലെന്നാണ് എന്ന് പറയുമ്പോഴേക്കും നീ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് വെജിറ്റ ക്രില്ലിനോട് ചോദിക്കുന്നു. ഭൂമിയിൽ ഷെൻട്രോൺ വരുമ്പോഴേക്കും വളരെയധികം ആകാശം ഇരുളുകയും ദൂരത്തായി ഷെൻട്രോനെ കാണപ്പെടുകയും ചെയ്യുന്നതാണ്. ഇവിടെ എന്തായാലും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നും പറഞ്ഞ് ക്രില്ലിൻ സന്തോഷിക്കുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ച് വെജിറ്റ അലറുന്നു. അതിന് കാരണം ഡ്രാഗൺ ബോൾ പ്രവർത്തിക്കണമെങ്കിൽ ഒരു പാസ്വേഡ് ആവശ്യമാണെന്നും പറഞ്ഞ് ഗോകുവും ക്രില്ലിനും ഗുഹാനും ചാടി ചാടി സന്തോഷിക്കുകയാണ്. കാരണം ആ പാസ്വേഡ് ഫ്രീസയ്ക്ക് അറിയില്ല, അവനിപ്പോൾ ആ പാസ്വേഡ് തപ്പി നടക്കുകയായിരിക്കും എന്നും പറഞ്ഞ് ഗോകു വളരെയധികം സന്തോഷിക്കുന്നു. ആ സമയം മുതലാക്കിക്കൊണ്ട് നമുക്ക് ഡ്രാഗൺ ബോൾ എല്ലാം തിരിച്ചെടുക്കാമെന്നും മരിച്ചുപോയ സുഹൃത്തുക്കളെല്ലാം തിരികെ കൊണ്ടുവരാമെന്നും പറഞ്ഞ് ഗോകു സന്തോഷിക്കുകയാണ്. അതേസമയം ഫ്രീസയുടെ താവളത്തിന് മുന്നിൽ നിന്നുകൊണ്ട് റെക്കോണും കരടും ബുട്ടയും കൊല്ലപ്പെട്ടെന്നാണോ നീ പറഞ്ഞത് എന്ന് ചോദിച്ചുകൊണ്ട് ജിയാനു വളരെ ഉച്ചത്തിൽ ഗീസിനോട് അലറുകയാണ്. ജിയാനു വളരെയധികം ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് നമ്മൾ ജിയാനു ഫോഴ്സ് ആണ്, പ്രപഞ്ചത്തിൽ ഫ്രീസ സ്വാമി അല്ലാതെ നമുക്ക് മുകളിൽ ശക്തിയുള്ള ആരും തന്നെ ഇല്ല, നമ്മളിലോട് തന്നെ എങ്ങനെയാണ് കൊല്ലപ്പെടുന്നതെന്ന് ചോദിച്ച് വളരെ ഉച്ചത്തിൽ അലറുകയാണ്. നമുക്കിത് ഫ്രീസ സ്വാമി അറിയിച്ചാലോ എന്ന് ഗീസ് ഗയാനിനോട് ചോദിക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ശരിക്കും ഒരു നായകനുണ്ടാകുന്നത്, അവന്മാർ തലയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം, എന്റെ കൂടെ വാ എന്നും പറഞ്ഞ് ഗീസിനോട് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിലത്ത് വെച്ചിരുന്ന 7 ഡ്രാഗൺ ബോൾ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും ഭദ്രമായി വെക്കാൻ ഫ്രീസ സൈന്യത്തോട് പറഞ്ഞുകൊണ്ട് ഗോകുള്ള സ്ഥലം ലക്ഷ്യമാക്കി ഗീസും ജിയാനും കൂടെ അവിടേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ അവരൊരു കുഴിയെടുത്ത് പ്രത്യേക സ്ഥലം കണ്ടെത്തി ഡ്രാഗൺ ബോൾ എല്ലാം അവിടെ കുഴിച്ചിട്ടുകൊണ്ട് ഗോകുവിനെ എത്രയും വേഗം മുളയിലെ നുള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ജിയാനും ഗീസും അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബുൾമ താമസിക്കുന്ന മലയിടുക്കിനിടയിൽ നിന്നുകൊണ്ട് എന്തോ പ്രത്യേകമായ ഉപകരണം ബുൾമ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകു ഉടൻ തന്നെ ഇവിടേക്ക് വരുന്നതാണ്, വന്നാൽ ആദ്യം തന്നെ ഗോകു എന്നെ രക്ഷിക്കാൻ ഇവിടേക്ക് വരുമെന്നും പറഞ്ഞ് ബുൾമ സന്തോഷിക്കുകയും അതോ ഗോകു ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് ചോദിച്ച് ബുൾമ അതിശയപ്പെടുകയും ചെയ്യുന്നു. അതേസമയം ഗോകുവും കൂട്ടരും കൂടെ ഡ്രാഗൺ ബോൾ എത്രയും വേഗം എങ്ങനെയും തിരികെ എടുക്കണമെന്ന് പറഞ്ഞ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും നിനക്ക് അവരെ കുറിച്ച് നന്നായിട്ടറിയില്ലേ, അവർ ഇന്ന് ഡ്രാഗൺ ബോൾ എടുക്കാൻ എന്താണ് വഴിയെന്ന് ഗോകു വെജിറ്റയോട് തിരക്കുകയും ചെയ്യും. നിന്റെ വർത്താനമൊക്കെ കേട്ടപ്പോൾ നീ ഇപ്പൊ പോയി ഫ്രീസനെ അടിച്ച് കൊല്ലാൻ പോകണമെന്ന് ഞാൻ കരുതിയെന്നും പറഞ്ഞ് വെജിറ്റ ഗോകുവിനെ പുച്ഛിക്കുമ്പോൾ എനിക്ക് അവസരം കിട്ടിയാൽ ഞാൻ അത് തന്നെ ചെയ്യും, പക്ഷെ മരിച്ചുപോയ എന്റെ സുഹൃത്തുക്കളെ അധികം തിരികെ കൊണ്ടുവരുന്ന
കൊണ്ടുവരുന്നതാണ് എന്റെ ലക്ഷ്യമെന്നും പറഞ്ഞ് ഗോകു അവനെ നോക്കി ചിരിക്കുകയാണ്. നിന്റെ ഈ പാഴായ ആഗ്രഹം നടപ്പിലാക്കുമ്പോഴേക്കും ഭൂമി ഈ ഗ്രഹമെല്ലാം ഫ്രീസ ചാമ്പലാക്കിയിട്ടുണ്ടാവും. പിന്നെ നീ ആരെ എന്തു തിരികെ കൊണ്ടുവന്നാലും എന്താണ് കാര്യം? എന്നെ ഇമോർട്ടലാക്കൂ, ഞാനിതെല്ലാം സ്റ്റോപ്പ് ചെയ്ത് തരാമെന്നും പറഞ്ഞ് വെജിറ്റ അലറുകയാണ്. അത് കേൾക്കുന്ന ക്രില്യൻ, നിന്നെ ഇമോർട്ടലാക്കിയാലേ നീ ഫ്രീസ് ചെയ്യുന്നത് തന്നെയല്ലേ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞ് പല്ലു കടിച്ച് അലറുമ്പോൾ പെട്ടെന്ന് വെജിറ്റയുടെ മനസ്സിൽ ശത്രുക്കൾ അവിടേക്ക് വരുന്നതായി കാണുകയും സെൻസ് ചെയ്യുന്ന ഗുഹാൻ ഇവിടേക്ക് 2 ശക്തരായ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറയുകയും ചെയ്യും. നീ കത്തിച്ചുവിട്ട തീപ്പന്തമായി നിന്നെ കൊല്ലാൻ വരുന്നതാണെന്നും പറഞ്ഞ് വെജിറ്റ അലറുമ്പോൾ പക്ഷെ ഫ്രീസയന്മാരുടെ കാണുന്നില്ല, അവൻ എവിടെയായിരിക്കും എന്ന് വെജിറ്റ ചോദിക്കുകയാണ്. അതേസമയം കുറച്ചധികം ദൂരെയായി വളരെയധികം പ്രാണശക്തിയുള്ള ഒരാളുടെ സാമീപ്യം കണ്ടെത്തുന്ന ഗോകു ഫ്രീസ മിക്കവാറും ഇപ്പോൾ അവിടെയായിരിക്കും ഉള്ളതെന്നും പറഞ്ഞ് അനുമാനിച്ചുകൊണ്ട് ദിശ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് ഗ്രാൻഡ് എൽഡറുള്ള സ്ഥലമാണല്ലോ എന്നും പറഞ്ഞ് ഗുഹാനും ക്രില്യനും തളർന്നു പോവുകയാണ്. ഡ്രാഗൺ ബോളിൽ നിന്നും വരം നേടാൻ വേണ്ടിയുള്ള പാസ്വേഡിന് വേണ്ടിയായിരിക്കും ഫ്രീസ അവിടേക്ക് പോയതെന്ന് ക്രില്യൻ കണ്ടെത്തുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന വെജിറ്റയ്ക്കും ഗോകുനും വളരെയധികം നിരാശ തോന്നുകയും ചെയ്യും. അതേസമയം ഭയന്ന് വിറച്ചുകൊണ്ട് ഗുഹാൻ ഉറപ്പായി ആ ഫ്രീസ ഗ്രാൻഡ് എൽഡറിൽ നിന്നും രഹസ്യവാക്യം അറിഞ്ഞാൽ ഉടൻ തന്നെ ഗ്രാൻഡ് എൽഡറിനെ അവിടെയുള്ള ആളുകളെയും കൊന്നുകളയുന്നതാണ്. ഫ്രീസ ഗ്രാൻഡ് എൽഡറിനെ കൊന്നുകളയുന്ന അതേ നിമിഷം അവനുണ്ടാക്കിയ ഡ്രാഗൺ ബോളുകൾ ഇല്ലാതാവുന്നതാണെന്നും പറഞ്ഞു വളരെയധികം സങ്കടത്തിൽ ഗുഹാൻ അലറുകയാണ്. അതേസമയം വളരെ സാഹസികമായ രീതിയിൽ ജിയാനുവും ഗീസും ഗോകുവിന്റെ മുന്നിലേക്ക് വന്നിറങ്ങുകയാണ്. അങ്ങനെ ഗോകുവും ജിയാനുവും കണ്ണിൽ ഒരേ സമയം തുറിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. നേരത്തെ നീ ഞങ്ങളെ മണ്ടന്മാരാക്കി, ഇപ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ വന്നിരിക്കുന്നത് നിന്റെയൊക്കെ തലയെടുക്കാനാണെന്നും പറഞ്ഞ് ഗീസ് ഉറക്കെ അലറുകയും ചെയ്യുന്നു. അതേസമയം അവന്മാരുടെ പോസും പത്രാസെല്ലാം കാണുന്ന ക്രില്യൻ, ഗോകു നിനക്ക് ഇവന്മാരെ തോപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അവനോടൊന്ന് മുട്ടി നോക്കാതെ എനിക്കത് പറയാൻ കഴിയില്ല, പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ ഫൈറ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ശക്തനായ ആൾ ഇവനാണ്. ഇവന്മാരുടെ കൂടുതൽ തന്നെ ഏറ്റവും ശക്തിയുള്ളവൻ ഇവൻ തന്നെയാണ്. ഇതൊരു നിസ്സാര യുദ്ധമായിരിക്കില്ല എന്നും പറഞ്ഞ് ഗോകുവും പല്ല് കടിച്ചു നിൽക്കുന്നു. എനർജി മീറ്ററിൽ ഗോകുവിന്റെ പവർ വെറും 5000 മാത്രമാണ് കാണിക്കുന്നത് കാണുമ്പോൾ ജിയാനു ഗീസിനെ നോക്കിക്കൊണ്ട് നീയൊക്കെ എന്തുതരം ഒരു മണ്ടനാടാ, പവർ ലെവലിനെ അടക്കി വെക്കാൻ മാത്രം കഴിവുള്ള ഒരു ഫൈറ്ററാണ് അവൻ. എനർജി മീറ്ററിന് കംപ്ലൈന്റ് ആയതൊന്നുമല്ല, അവനെ കണ്ടാൽ തന്നെ അറിയാം അവന്റെ ഊർജ്ജ ശക്തി വെറും 5000 അല്ല 60,000-ത്തിലധികം ശക്തിയാണ് അവനുള്ളത്. ഈ യുദ്ധം എന്തായാലും ഒരു നിസ്സാര യുദ്ധമായിരിക്കുകയില്ല. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്റെ മുഴുവൻ ശക്തി എടുത്ത് പോരാടേണ്ടി വരുമെന്ന്. കാലത്തിൽ ഞാൻ കാത്തുവെച്ച യുദ്ധമാണിപ്പോൾ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് ജിയാനു പൊട്ടിപ്പൊടിച്ചിരിക്കുന്നു. വളരെയധികം ദേഷ്യം വരുന്ന ഗോകു ഗുഹാനോടും ക്രില്ലിനോടും ഇവന്മാരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ എത്രയും വേഗം പോയി പുൽമേടയിൽ നിന്നും ഡ്രാഗൺ ബോൾഡർ വാങ്ങിച്ചുകൊണ്ട് ഡ്രാഗൺ ബോൾ തപ്പിപ്പിടിക്കാൻ നോക്ക്, ഇവന്മാരുടെ കഥ കഴിച്ചിട്ട് ഞാൻ നിങ്ങളോടൊപ്പം അവിടെ വന്നേക്കാം എന്നും പറഞ്ഞ് ഗുഹാനും ക്രില്ലിനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. വേഗം വേണം ഗുഹാൻ, ഗ്രാൻഡ് എൽഡർ മരിക്കുന്നതിന് മുന്നേ നമുക്കത് ചെയ്യണമെന്നും പറഞ്ഞ് ക്രില്ലിനും വളരെയധികം തീർത്തി പിടിക്കുന്നു. എന്നിട്ട് ഗോകു വെജിറ്റയോട് ലെഫ്റ്റിലുള്ള ഗീസിനെ നീ കൊന്നേക്ക്, റൈറ്റിലുള്ള ജിയാനിന്റെ കാര്യം ഞാൻ ഏറ്റെന്നും പറഞ്ഞ് ഒരു പദ്ധതി ഇടുകയാണ്. ആ സമയം കണക്കാക്കി ഡ്രാഗൺ ബോൾ തപ്പി ഗുഹാനും ക്രില്ലിനും അവിടെ നിന്നും പുറപ്പെടുകയും ചെയ്യുന്നു. അത് കാണാൻ ഗീസ് അവരെ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ വിട്ടേക്ക്, അവരുടെ കാര്യം നമുക്ക് പിന്നെ നോക്കാമെന്നും പറഞ്ഞ് ഈ ജിയാനു ഗോകുവിനെ വെജിറ്റനെ കൊല്ലാനുള്ള തന്ത്രം ആവിഷ്കരിക്കുകയാണ്. എന്നാൽ ഗോകുവിന്റെ മുന്നിൽ യുദ്ധത്തിനായി തയ്യാറായി നിന്ന വെജിറ്റ പെട്ടെന്ന് ഗോകുവിനെ പറ്റിച്ചുകൊണ്ട് അന്തരീക്ഷത്തിലോട്ട് ഉയർന്നു പിറക്കുകയും ഞാൻ എന്റെ വിഷ് ഗ്രാൻഡ് ചെയ്യാൻ പോവുകയാണ്, ഡ്രാഗൺ ബോൾ കണ്ടുപിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഫ്രീസയുടെ താവളത്തിലേക്ക് പുറപ്പെടുകയും ചെയ്യും. വെജിറ്റയുടെ ചതി കണ്ട് പതർന്നു നിൽക്കുന്ന ഗോകുവിന്റെ മുഖത്തേക്ക് ജിയാനു വന്ന് ആഞ്ഞിടിക്കുകയും തെറിച്ചുപോയി നിൽക്കുന്ന ഗോകുവിന്റെ പുറകിലേക്ക് വന്ന് ജിയാനു മാരക രീതിയിൽ ഗോകുവിനെ ഇടിക്കാൻ ശ്രമിക്കുകയും ഒരേ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഇടിക്കുന്ന ഗോകുവും ജിയാനുവും പരസ്പര തുല്യ ശക്തികളെ പോലെ കാണുകയും ചെയ്യുന്നു. ജിയാനുവിന്റെ അടികൊണ്ട് മലയിലേക്ക് തെറിച്ചുപോയി ഗോകു തിരികെ വന്ന് ജിയാനുവിനെ ചവിട്ടാൻ ശ്രമിക്കുമ്പോഴേക്കും മണ്ണ് തുറന്ന് മുകളിലേക്ക് ഉയർന്നു വന്ന് ജിയാനു ഒറ്റ അടിക്ക് ഗോകുവിനെ നിലംപരിശാക്കുകയാണ്. ചാടിയെടുത്ത് നിൽക്കുന്ന ഗോകു പകരത്തിനെന്നോണം ജിയാനുവിനെ അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കുന്നു. തന്ത്രപരമായി ഗോകുവിനെ ഒരു മലയിലേക്ക് ഇടിച്ചിറക്കാൻ ജിയാനു ശ്രമിക്കുന്നുണ്ടെങ്കിലും ഗോകു അതിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. മലയുടെ മുകളിലേക്ക് പറന്നിരുന്ന ജിയാനു ശക്തമായ ഒരു തൊഴിയിലൂടെ ഗോകുവിനെ തടാകത്തിന് മുകളിലേക്ക് പറത്തുകയാണ്. തടാകത്തിൽ വീഴുന്നതിന് തൊട്ടു മുന്നേ നിലയുറപ്പിക്കുന്ന ഗോകു മുഴുവൻ ശക്തി അറിയിച്ചെടുക്കുകയും വളരെ ശക്തി അറിയിച്ചുകൊണ്ട് ജിയാനുവിന് നേരെ പുറപ്പെടുകയും ചെയ്യും. തുല്യശക്തികളെ പോലെ അവർ രണ്ടുപേരും പോരാടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഗോകുവിന്റെ മുഖത്തേക്ക് ജിയാനു ആഞ്ഞിരടി ഇടിക്കുകയും നിലത്തേക്ക് രണ്ടുപേരും തെറിച്ച് വീഴുകയും ചെയ്യുന്നു. ഈ വെജിറ്റേക്കാരൻ ശക്തനാണെന്ന് പറഞ്ഞ് ഗോകു ജിയാനുവിനെ നോക്കുകയും ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെയധികം ശക്തി നിനക്കുണ്ടല്ലോ എന്നും പറഞ്ഞ് ജിയാനു ചിരിക്കുകയും ചെയ്യുന്നു. അതെല്ലാം പോട്ടെ, നിന്റെ കൂടി ഉണ്ടായിരുന്ന വെജിറ്റ എന്തിനാണ് നിന്നെ ചതിച്ചതെന്നും പറഞ്ഞ് ജിയാനു വളരെ ഏടിയത്ത ചിരിയോടെ ഗോകുവിനെ പുച്ഛിക്കുകയാണ്. എനിക്ക് എത്രയും വേഗം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് ഗോകു പല്ലു കടിക്കുകയും ചെയ്യും. അതേസമയം വളരെയധികം ദൂരെയായി ശരവേഗത്തിൽ പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന വെജിറ്റ വളരെയധികം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഗോകുവിനും ജിയാനുവിനും ഏകദേശം ഒരേ അളവിലാണ് പവർ ഉള്ളത്. അവന്മാർ രണ്ടുപേരോട് ഫൈറ്റ് ചെയ്താൽ രണ്ടുപേരും ഒരേപോലെ അടിച്ചു നിലത്ത് വീഴുന്നതാണ്. ആ സമയം മുതലാക്കി ഞാൻ ഡ്രാഗൺ ബോളിന്റെ പാസ്വേഡ് എല്ലാം കണ്ടെത്തി വിഷു നേടുകയും അമരത്വം നേടി ഇവന്മാരെ എല്ലാം എലിമിനേറ്റ് ആക്കിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാഥനായി മാറുമെന്നും പറഞ്ഞ് വെജിറ്റ അട്ടഹസിച്ചിരിക്കുകയാണ്. ഞാൻ അമരത്വം നേടി കഴിഞ്ഞാൽ ഉറപ്പായി എനിക്ക് ആ ഫ്രീസയെ കൊല്ലാൻ സാധിക്കുമെന്നും പറഞ്ഞ് വെജിറ്റ അട്ടഹസിക്കുകയും ചെയ്യുന്നു. അതേസമയം വളരെയധികം വേഗത്തിൽ തുല്യമായ ശക്തിയോടെ കൂട്ടിയിടിക്കുന്ന ജിയാനുവിന്റെയും ഗോകുവിന്റെയും ദേഹത്തു നിന്ന് മാരകമായ ഊർജ്ജപ്രകാശത്താൽ അവർ ചുറ്റപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഒരേപോലെയുള്ള ഫൈറ്റിംഗ് പൊസിഷനിൽ നിൽക്കുന്ന ഗോകുവും ജിയാനുവും കൂടി സംവാദത്തിൽ ഏർപ്പെടുകയും എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണോ എനിക്കെന്നും പറഞ്ഞ് ഗോകു ദേഷ്യപ്പെടുമ്പോൾ നിന്നെ പോലെ തന്നെയുള്ള ഒരു ഫൈറ്ററാണ് ഞാനും എനിക്കുള്ളിൽ ശക്തി മുഴുവൻ അടക്കി വെച്ചുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് ജിയാനു ചിരിക്കുമ്പോൾ ഞങ്ങളുടെ ക്യാപ്റ്റൻ ശക്തി നിന്റെ 60,000-ത്തേക്കാൾ വലുതാടാന്നും പറഞ്ഞ് ഗീസ് ഗോകുവിനെ നോക്കി പുച്ഛിക്കുകയും ചെയ്യും. അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഗോകുവിന് മുന്നിലേക്ക് ഊർജ്ജക്തി അറിയിച്ചുകൊണ്ട് മാരകമായ സ്പൈനൽ സ്പാഷ് എന്ന ഒരു എനർജി അറ്റാക്ക് ജിയാനു അയക്കുകയും ഞൊടിയിടയിൽ
അതിനിടയിലൂടെ രക്ഷപ്പെടാൻ നോക്കുന്ന ഗോകുവിനെ കാണാൻ പറ്റാതെ വരികയും മണ്ണിടിച്ചിറങ്ങുന്ന സ്പൈറൽ ഫ്ലാഷ് അവിടെ മുഴുവൻ ചുറ്റിക്കറങ്ങി പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്നു. അതേസമയം മലയിടുക്കിലിരുന്നുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് നന്നാക്കിക്കൊണ്ടിരുന്ന ബുൾമയുണ്ടായിരുന്ന സ്ഥലത്ത് അവരുടെ യുദ്ധത്തിന്റെ പ്രകമ്പനം കാരണം അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗൺ ബോൾ റഡാർ താഴേക്ക് വീഴുകയും പെട്ടെന്ന് അതിൽ 7 ഡ്രാഗൺ ബോൾ ഒരു സ്ഥലത്തുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ബുൾമ എന്നെ കൂട്ടാതെ അവർ വിഷു നേടാൻ പോവുകയാണോ, ഞാനും പോവുകയാണെന്ന് പറഞ്ഞ് ഗുഹയുടെ പുറത്തേക്ക് ഓടിയിറങ്ങുകയും പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ഹോയാപ്പോയി ക്യാപ്സൂൾ എടുത്ത് എറിഞ്ഞുകൊണ്ട് വിമാനം പോലെ ഒരു ബൈക്ക് പോലത്തെ ഒരു ഉപകരണം സൃഷ്ടിക്കുകയും ഡ്രാഗൺ ബോൾ തപ്പി പുറപ്പെടുകയും ചെയ്യുന്നു. അതേസമയം മാരകമായ സ്ഫോടനത്തിൽ ഗോകു മരിച്ചെന്ന് വിചാരിച്ചിരിക്കുന്ന ജിയാനുവിന്റെ പിറകിലേക്ക് ഗോകു പ്രത്യക്ഷപ്പെടുകയും ജിയാനുവിന്റെ തലയിൽ ഒരു പ്രഹരം നൽകാൻ ശ്രമിക്കുമ്പോൾ ജിയാനു കുനിഞ്ഞുകൊടുക്കുകയും മുന്നിലേക്ക് വന്നിറങ്ങുന്ന ഗോകുവും ജിയാനുമായി നല്ല രീതിയിലുള്ള ഫൈറ്റ് പിന്നെ തുടരുകയും ചെയ്യുന്നു. ഗൂഢമായ രീതിയിൽ യുദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഗെയ്സിനെ ഞെട്ടിച്ചുകൊണ്ട് ഗോകു ജിയാനുവിന് മാരകമായ പ്രഹരം നൽകിക്കൊണ്ട് അവനെ ജലത്തിനടിയിലേക്ക് തെറിപ്പിക്കുകയും ചെയ്യുന്നു. പെട്ടെന്നും വെള്ളത്തിനടിയിൽ നിന്നും വളരെയധികം വേഗത്തിൽ മുഴുവൻ ശക്തി അറിയിച്ചുകൊണ്ട് ജിയാനു മുകളിലേക്ക് പൊങ്ങി പറക്കുകയും എന്നാൽ ജിയാനുവിനെ ഞെട്ടിച്ചുകൊണ്ട് അതിനേക്കാൾ വേഗത്തിൽ ഗോകു അവരുടെ മുകളിലേക്ക് കയറി പറക്കുകയും ചെയ്യുന്നു. ഗോകുവിന്റെ വേഗത കണ്ട് ഇവൻ എന്നേക്കാൾ വേഗത്തിൽ എങ്ങനെയാണ് പറക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ച ജിയാനു കണ്ണും തള്ളി നിൽക്കുകയാണ്. അതേസമയം ഗെയ്സ് ഒരു എനർജി അറ്റാക്കിലൂടെ ഗോകുവിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ സ്റ്റക്കായി നിൽക്കുന്ന ഗോകുവിനെ പിറകിൽ നിന്ന് ജിയാനു പിടിക്കുകയാണ്. അവനെ തടയാൻ വേണ്ടിയാണ് ഞാൻ ആ ആക്രമണം ചെയ്തതെന്ന് പറഞ്ഞ് ഗെയ്സ് പൊട്ടിച്ചിരിക്കുകയും പിന്നിൽ നിന്ന് പിടിച്ചിരിക്കുന്ന ജിയാനോട് ഗോകുവിനെ ഞെക്കി ഓടിച്ച് അവന്റെ എല്ല് മുഴുവൻ ബ്രേക്ക് ചെയ്ത് അവനെ കൊന്നേക്കാൻ പറയുകയും ചെയ്യുന്നു. ജിയാനുവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്ത ഗോകു ഇവന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ കായക്കൈയും പുറത്തെടുക്കണമെന്ന് പറഞ്ഞ് കായക്കൈന്ന് അലറാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ഗോകുവിനെ ഞെട്ടിച്ചുകൊണ്ട് ജിയാനു ഗോകുവിനെ സ്വതന്ത്രനാക്കുകയും ഞാൻ നിന്റെ ഹെൽപ്പ് ചോദിച്ചില്ല, എനിക്കൊന്നെ സ്വന്തമായിട്ട് കൊല്ലാൻ അറിയാമെന്നും പറഞ്ഞു ജിയാനു ഗെയ്സിനോട് ദേഷ്യപ്പെടുകയും നീ ഇനി യുദ്ധത്തിൽ ഇടപെട്ടാൽ നിന്റെ തല ഞാൻ ആദ്യം എരിച്ചു കളയുമെന്നും പറഞ്ഞ് അവനെ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് ജിയാനുവിനെ നോക്കി തുറിച്ചു നിൽക്കുന്ന ഗോകുവിനെ കണ്ട് ജിയാനു എനിക്കിപ്പോഴും അറിയാം നിന്റെ ഉള്ളിലെ പൂർണ്ണമായ ശക്തി നീ ഇപ്പോഴും പുറത്തേക്ക് എടുത്തിട്ടില്ലെന്ന്, നീ അത് ഫ്രീസ സമയം കൊല്ലാൻ വേണ്ടി കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ നിനക്കിപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ നീ അത് പുറത്തെടുത്തേ പറ്റുള്ളൂ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും നിനക്കത് കാണണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണോ, എന്നാൽ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഗോകു അട്ടഹസിച്ചിരിക്കുകയാണ്. നിന്റെ മുഴുവൻ ശക്തിയും പുറത്തേക്ക് എടുക്കുന്നതിന് മുന്നേ നീ കൊല്ലപ്പെട്ടാൽ നിനക്ക് തീരാൻ നഷ്ടമായിപ്പോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്നും പറഞ്ഞ് ജിയാനു ഗോകുവിനെ കളിയാക്കുമ്പോൾ അങ്ങനെയെങ്കിൽ എന്റെ ശക്തിയും പുറത്തേക്ക് എടുക്കുകയാണ്, നിന്റെ എനർജി മീറ്റർ ഉപയോഗിച്ച് നീ അതിന്റെ പവർ അളന്ന് നോക്കണമെന്ന് പറഞ്ഞ് ഗോകു ജിയാനുവിനെ വെല്ലുവിളിക്കുന്നു. എന്നാൽ ഗോകുവിനെ കളിയാക്കിക്കൊണ്ട് ജിയാനു എനിക്ക് എനർജി മീറ്ററിന്റെ ആവശ്യമൊന്നുമില്ല, നിന്റെ പവർ വേറെ 85,000 മാത്രമാണെന്ന് പറഞ്ഞ് പുച്ഛിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെയധികം ദേഷ്യം മുഖത്തേക്ക് വരുന്ന ഗോകു കായോ കായെന്നും പറഞ്ഞ് ഉറക്കെ അലറുകയും ഗോകുവിന്റെ ശരീരത്തിന് ചുറ്റും ചുമന്ന നിറത്തിലുള്ള പ്രഭാവലയം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയും ക്രമാതീതമായി വളരെയധികം ശക്തി ഗോകുവിന് വർദ്ധിച്ചുകൊണ്ട് വരുന്നതായി കാണുന്ന ജിയാനു ആ ഒരൊറ്റ നിമിഷം മുതൽ പേടിച്ച് വിറങ്ങലിച്ച് സ്തംഭിച്ച് നിന്നു പോവുകയും 95,000 98,000 1,00,000 1,05,000 1,08,000 1,09,000 എന്നിങ്ങനെ പേടിച്ച് വിറങ്ങലിച്ച് കരഞ്ഞുകൊണ്ട് പറയുക. അത് കാണുന്ന ഗീസ് ഞെട്ടിത്തെറിച്ച് അവിടെ നിൽക്കുകയും പേടിച്ച് വിറയ്ക്കുന്ന ജിയാനുവിന്റെ മനസ്സിൽ മരണമണി മുഴങ്ങുന്നതായി ജിയാനുവിന് തോന്നുകയും ഇത് അസാധ്യമാണ്, അസാധ്യകരമാണ്, ഇത് സാധ്യമല്ല എന്നും പറഞ്ഞ് വളരെ ദേഷ്യത്തിൽ അലറിക്കൊണ്ട് ജിയാനു മരണഭയത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് അതേ നിമിഷം ഹൃദയാഘാതം വന്നതുപോലെ ജീസും പേടിച്ച് വരണ്ട് നിൽക്കുമ്പോൾ അത് 1,10,000 ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് വളരെയധികം സങ്കടത്തോടെയും നിരാശയോടെയും പേടിയോടെയും കായക്കൈൻ ഫോമിൽ വർദ്ധിച്ചു വരുന്ന ഗോകുവിന്റെ ശക്തി കണ്ട് കണ്ണും തള്ളി മരിക്കാറായി സ്തംഭിച്ച് പേടിച്ച് വിറച്ച് വിറങ്ങലിച്ച് ജിയാനു നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുന്നതും ഹൃദയടിച്ചു പോയതിനെ പോലെ ജീസും ജിയാനു നോക്കി ഗോകുവിനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുവാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, നന്ദി, നമസ്കാരം, വന്ദനം.